നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ കായിക രംഗത്ത് വലിയ മാറ്റങ്ങളും അപ്രതീക്ഷിത സംഭവ വികാസങ്ങളുമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ കായിക ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കടുത്ത മത്സരങ്ങളും ആഭ്യന്തര തർക്കങ്ങളുമാണ് പല സംഘടനകളുടെയും ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന പല തീരുമാനങ്ങളും വെറും രാഷ്ട്രീയ കളികളുടെ ഭാഗമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഗ്രൗണ്ടിലെ പ്രകടനത്തെക്കാൾ പ്രാധാന്യം സ്വാധീനങ്ങൾക്കും ലോബികൾക്കും ലഭിക്കുമ്പോൾ തകരുന്നത് ഒരു പിടി മികച്ച കായിക താരങ്ങളുടെ സ്വപ്നങ്ങളാണ്. വരും ദിവസങ്ങളിൽ കായിക ലോകത്തെ പിടിച്ചുലയ്ക്കാൻ പോന്ന വലിയൊരു വെളിപ്പെടുത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒരുപോലെ ഈ വിഷയത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. അധികാര കസേരകളിൽ ഇരിക്കുന്നവരുടെ തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങൾ പലപ്പോഴും രാജ്യത്തിന്റെ അഭിമാനത്തെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ വായനക്കാരും കായിക പ്രേമികളും ഒരുപോലെ ആകാംക്ഷയുടെ മുനമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന BCCIയുടെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്നത് കേട്ടാൽ ഏതൊരു സാധാരണക്കാരന്റെയും ചോര തിളച്ചു പോകും. കളി കൈകാര്യം ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും നാണം കെട്ട തന്ത്രങ്ങൾ മെനയുന്ന ഒരു കൂട്ടം ആളുകളാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രതിഭയുള്ളവരെ ബോധപൂർവം ചവിട്ടിത്താഴ്ത്താനും തങ്ങൾക്ക് താൽപര്യമുള്ള ചില തമിഴ്നാട് മുംബൈ ലോബികളെ മാത്രം വളർത്താനും വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ല. അജിത് അഗാർക്കറും പ്രഗ്യാൻ ഓജയും അടങ്ങുന്ന കുറച്ചു മുൻനിര താരങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ ക്രിക്കറ്റ് എന്ന കളിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അർഹതയുള്ളവന് അർഹതപ്പെട്ട സ്ഥാനം നൽകാതെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനും സ്വാധീനം നിലനിർത്താനും വേണ്ടി ഇവർ നടത്തുന്ന ചതികൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അന്തസ് കളങ്കപ്പെടുത്തുന്നതാണ്. പുറമെ മാന്യത നടിക്കുന്ന ഈ സെലക്ടർമാരുടെ യഥാർത്ഥ മുഖം ആരാധകർക്ക് മുന്നിൽ തുറന്നുകാട്ടപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം നീചമായ കുത്തിത്തിരിപ്പുകൾ കാരണം എത്രയോ മികച്ച താരങ്ങളുടെ കരിയറാണ് ഇവർ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. ഇത്തരം സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരാധകരോഷമാണ് സോഷ്യൽ മീഡിയയിലും പുറത്തും ആളിപ്പടരുന്നത്. അജിത് അഗാർക്കറെ പോലെയുള്ള ആളുകളെ ആ സ്ഥാനത്ത് നിന്നും അടിയന്തരമായി മാറ്റണമെന്നാണ് ഭൂരിഭാഗം മുൻ താരങ്ങളും ക്രിക്കറ്റ് വിദഗ്ധരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. IPL മത്സരങ്ങളിലടക്കം ടീമിന് ആവശ്യമുള്ളപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പരാജയപ്പെട്ട ശ്രേയസ് അയ്യരെ പോലെയുള്ള കളിക്കാരെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ശുദ്ധ വിവരക്കേടാണ്. സെലക്ടർമാരുടെ ഈ കണ്ണു തുറക്കാത്ത നിലപാടുകൾ ഭാരതത്തിന്റെ ക്രിക്കറ്റ് ഭാവിക്ക് തന്നെ വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. നന്നായി പെർഫോം ചെയ്യുന്നവരെ ബെഞ്ചിലിരുത്തി പരാജയപ്പെടുന്നവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ വച്ചു നീട്ടുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട കായിക വിനോദത്തെ ഇത്രമേൽ സ്നേഹിക്കുന്നത് ഇത്തരം കൊടിയ ചതികൾ കാണാൻ വേണ്ടിയല്ല. സെലക്ഷൻ കമ്മിറ്റിയുടെ ഈ അനീതിക്കെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായി കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നത് ഈ വ്യവസ്ഥിതിയുടെ ജീർണതയാണ് കാണിക്കുന്നത്. ഇതിനു മുൻപ് നടന്ന പല സുപ്രധാന ടൂർണമെന്റുകളിലും ഇതേ സെലക്ഷൻ കമ്മിറ്റിയുടെ വിചിത്രമായ തീരുമാനങ്ങൾ കാരണം നമ്മൾ നാണം കെട്ട പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പല ലോകകപ്പ് മത്സരങ്ങളിലും ചില കളിക്കാരെ ബോധപൂർവം മാറ്റി നിർത്തിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. അന്ന് ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പോലും ഈ അധികാരികൾക്ക് സാധിച്ചിരുന്നില്ല. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി അവർ എപ്പോഴും പുതിയ ന്യായീകരണങ്ങളുമായി വരികയാണ് പതിവ്. കഴിഞ്ഞ കുറച്ചുകാലമായി ടീമിൽ തുടരുന്ന ഈ ആഭ്യന്തര കലഹങ്ങൾ ഗ്രൗണ്ടിലെ പ്രകടനത്തെ പോലും മോശമായി ബാധിച്ചിരുന്നു. ഒടുവിൽ നടന്ന നിർണായക മത്സരങ്ങളിൽ പോലും ചില വ്യക്തികളുടെ ഒറ്റയാൾ പോരാട്ടങ്ങൾ മാത്രമാണ് ടീമിനെ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത്. എന്നാൽ അത്തരം വിജയങ്ങളുടെ ക്രെഡിറ്റ് പോലും സ്വന്തമാക്കാൻ ഈ AC റൂമിലിരിക്കുന്ന സെലക്ടർമാർ മത്സരിക്കുകയായിരുന്നു. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തകർച്ച പൂർണ്ണമാകും. ഇവിടെയാണ് BCCI മീറ്റിംഗിൽ വൻ പൊട്ടിത്തെറി സൃഷ്ടിച്ചുകൊണ്ട് ടീം ഇന്ത്യയുടെ കോച്ച് ഗൗതം ഗംഭീർ സെലക്ടർമാർക്കെതിരെ ആഞ്ഞടിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ജനപ്രിയ താരമായ സഞ്ജു സാംസണെ ക്യാപ്റ്റനാക്കുന്നതിന് വേണ്ടിയാണ് ഗംഭീർ വാദിച്ചതും അഗാർക്കർ അത് നടക്കില്ലെന്ന് പറഞ്ഞ് തർക്കിച്ചതും. ഈ തർക്കമൊടുവിൽ രൂക്ഷമായ വാക്കേറ്റത്തിൽ കലാശിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നടത്തിയ ആഭ്യന്തര വോട്ടെടുപ്പിൽ സഞ്ജു ഒന്നാമതെത്തിയിട്ടും സെലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തെ എഴുതിത്തള്ളുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായ ഗംഭീർ നന്നായി പെർഫോമൻസ് ചെയ്തില്ലെങ്കിൽ ക്യാപ്റ്റനായാലും വൈസ് ക്യാപ്റ്റനായാലും സൈഡ് ബെഞ്ചിൽ ഇരിക്കേണ്ടി വരുമെന്ന്
മുന്നറിയിപ്പ് നൽകി. കൂടാതെ കഴിഞ്ഞ ട്വന്റി വേൾഡ് കപ്പിലെ അതിനിർണായക മത്സരത്തിൽ ടീമിനെ വിജയത്തിലെത്തിച്ചത് സഞ്ജു ആണെന്ന കാര്യം നിങ്ങൾ മറന്നുപോയോ എന്നും എത്രനാൾ സഞ്ജുവിനെ ഇങ്ങനെ മാറ്റി നിർത്തുമെന്നും ഗംഭീർ രൂക്ഷമായി ചോദിച്ചു. ആരാധകർക്ക് സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനമൊന്നും വേണമെന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനുള്ള അർഹമായ അംഗീകാരം കൊടുത്തേ മതിയാകൂ എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ ഗൗതം ഗംഭീറും കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളും. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്